ഇത് സീമന്തത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു ചടങ്ങാണ്. രണ്ടാളും ഇടയ്ക്ക് പോയി സൂര്യഭഗവാനെ കണ്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്ന രംഗമാണ് ഇത്. ഇത് കഴിഞ്ഞിട്ടാണ് മുള്ളൻ പന്നിയുടെ മുള്ളിൻ്റെ കഥ. ഇത് ഞാൻ പറഞ്ഞ് ഇത് പഴയ ആചാരത്തിൽ ഉപയോഗിച്ച് വന്ന ഒരു പ്രതീകാത്മകമായ വസ്തുവായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം എല്ലാം നാരായമാണ് ഉപയോഗിക്കുന്നത്. നാരായത്തിൽ നമ്മുടെ അത്തിപ്പഴ കൊല കെട്ടി അതിലൊരു പൂവും കൂടെ ചുറ്റി സീമന്ത രേഖയിലൂടെ ഗായത്രി മന്ത്രം ചൊല്ലി എഴുതുന്നു. അതും വെറുതെ അങ്ങോട്ട് എഴുതിയാൽ പോരാ, അത്തിപ്പഴത്തിന്റെ കറയിൽ ഈ നാരായം തൊട്ടാണ് എഴുതേണ്ടത്. ഗായത്രി മന്ത്രം എവിടെയാണോ എഴുതി അവസാനിക്കുന്നത് അവിടെയാണ് ഈ നാരായം, അത്തിപ്പഴം, റോസാപ്പൂ ഇത്രയും ചുറ്റി കെട്ടിവെക്കേണ്ടത്. മുള്ളൻ പന്നി അതിന്റെ മുള്ളുകൊണ്ടാണ് സംരക്ഷണം, മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷണം നേടുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് അമ്മയും കുഞ്ഞിനും സംരക്ഷണം നേടുന്നതിന് ഈ സങ്കല്പം, ഈ ചടങ്ങ് ഇപ്പോഴും നടത്തി വരുന്നത്. ഇനി സന്താന സമൃദ്ധിയുടെ പ്രതീകമായിട്ടും പവിത്രമായ ഒരു മരവുമാണ് അത്തിമരം കണക്കാക്കപ്പെടുന്നത്. അതിനാലാണ് അത്തിപ്പഴത്തിന്റെ കറ ഇവിടെ ഉപയോഗിച്ചു വരുന്നത്. അത്തിപ്പഴത്തിന്റെ കറയിൽ ശുദ്ധി, മാതൃത്വം, ദൈവാനുഗ്രഹം ഇത്രയും ഉണ്ടെന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്തിപ്പഴത്തിൽ ഒത്തിരി വിത്തുകൾ ഉള്ളതുകൊണ്ട് വംശവർദ്ധനയ്ക്കും കൂടെ സൂചിപ്പിക്കുന്നുണ്ട്.